1940-50 കാലഘട്ടം. തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് വടക്കേ നടയിലെ സ്കൂളിൽ അതിസുന്ദരിയായ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ചെല്ലമ്മ. ഒരു ദിവസം ചെല്ലമ്മ സ്കൂൾ പരിസരത്ത് നിൽക്കുമ്പോൾ അപൂർവമായ ഒരു കാഴ്ച കണ്ടു. കാറിൽ സൂര്യ തേജസ്സോടെ ഒരു സുന്ദര യുവാവ് കടന്നു വരുന്നു. അത് തിരുവിതാംകൂറിന്റെ പൊന്നു തമ്പുരാൻ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ചെല്ലമ്മയുടെ മനസ്സിൽ മഹാരാജാവ് സ്ഥാനം പിടിച്ചു. ക്രമേണ അത് തീവ്രമായ അനുരാഗമായി മാറി. എല്ലാ ദിവസവും രാവിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന മഹാരാജാവിനെ കാണാൻ ചെല്ലമ്മ കാത്തുനിന്നു. എന്നെങ്കിലും തന്റെ പ്രണയം പൊന്നു തമ്പുരാൻ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയുമായി. ഒരു ദിവസം ചെല്ലമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഭാനുമതി ടീച്ചർ സ്കൂളിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുവാൻ ചെല്ലമ്മയെ ക്ഷണിക്കുന്നു. ആദ്യം അത് നിരസിച്ച ചെല്ലമ്മ മുഖ്യ അതിഥിയായി എത്തുന്നത് ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവാണ് എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ നാടകത്തിൽ അഭിനയിക്കുവാൻ തീരുമാനിച്ചു. നാടകം കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും മഹാരാജാവ് വസ്ത്രം നൽകി ആദരിച്ചു. അങ്ങനെ ചെല്ലമ്മയ്ക്കും രാജാവ് വസ്ത്രം നൽകി. ആ വസ്ത്രം ചെല്ലമ്മയ്ക്ക് മനസ്സിൽ കല്യാണ പുടവയായി മാറി. പിന്നെ അവർ സ്വയം തമ്പുരാട്ടിയായി. ആ വസ്ത്രവും ധരിച്ച് വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും അണിഞ്ഞ് അവർ എന്നും മഹാരാജാവിനെ കാത്തുനിന്നു. ഇതൊന്നും അറിയാതെ രാജാവ് തന്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. എല്ലാ ആഴ്ചയും ഒരു കത്ത് വീതം കവടിയാർ കൊട്ടാരത്തിലേക്ക് ചെല്ലമ്മ അയച്ചുകൊണ്ടേയിരുന്നു. ഈ കത്തുകൾ രാജാവ് കാണാറും ഉണ്ടായിരുന്നില്ല. ക്രമേണ ചെല്ലമ്മയുടെ മനസ്സ് ഉന്മാദ അവസ്ഥയിലായി. പിന്നെ മാനസിക നില പൂർണ്ണമായും തെറ്റി. വിവരമറിഞ്ഞ അവരുടെ ബന്ധുക്കൾ കന്യാകുമാരിയിലെ കൊല്ലങ്കോട് നിന്നും തിരുവനന്തപുരത്തെത്തി അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ചികിത്സ ആരംഭിച്ചു. കല്യാണവും കഴിപ്പിച്ചു. പക്ഷേ രോഗത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ചെല്ലമ്മ തിരികെ തിരുവനന്തപുരത്തെത്തി. നഗര തെരുവുകളിൽ അലഞ്ഞു നടന്നു. ഈ ഭ്രാന്തിനിടയ്ക്കും അവർ മഹാരാജാവിനെ കാണാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് എത്തുമായിരുന്നു. വിവരങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവ് അതീവ ദുഃഖിതനായി. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം അവരെ കാണാൻ വന്നില്ല. ഒരിക്കൽ മഹാരാജാവ് ചികിത്സയുടെ ഭാഗമായി തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ആശുപത്രിയിലെത്തിയപ്പോൾ എങ്ങനെയോ ചെല്ലമ്മ അവിടെയും എത്തി. പക്ഷെ അവിടെ വച്ചും അവർക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴും അവർ എല്ലാവരോടും പറഞ്ഞു താൻ മഹാരാജാവിന്റെ ഭാര്യ ആണെന്ന്. ക്രമേണ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തും പാൽക്കുളങ്ങരയിലും ഈഞ്ചക്കലിലും വഞ്ചിയൂരും ഒക്കെ അവർ അലഞ്ഞു നടന്നു. സുന്ദരി ചെല്ലമ്മയുടെ ചരിത്രം അറിയാവുന്ന തിരുവനന്തപുരത്തുകാർ അവർക്ക് വസ്ത്രവും അന്നവും നൽകി. തീരെ അവശയായ അവർ ഒരു ദിവസം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കുനിഞ്ഞു കിടക്കുന്ന രൂപത്തിൽ രാവിലെ കാണപ്പെട്ടു. അത് അവരുടെ നിശ്ചലമായ ശരീരമായിരുന്നു. അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരുന്നു. വിവരമറിഞ്ഞ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും സംസ്കാരത്തിനുള്ള സാമ്പത്തിക ഏർപ്പാടുകൾ ചെയ്യുവാൻ തയ്യാറായി. പക്ഷേ സുന്ദരി ചെല്ലമ്മയെ അറിയാവുന്ന ഏതോ അജ്ഞാതൻ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. അങ്ങനെ അവർ തൈക്കാട് ശാന്തി കവാടത്തിൽ ഓർമ്മയായി മാറി. ഒരു വേദനിക്കുന്ന ഓർമ്മ. ഇന്നും സുന്ദരി ചെല്ലമ്മയുടെ പ്രണയാത്മാവ് തിരുവനന്തപുരത്തെ തെരുവുകളിൽ അലയുന്നുണ്ടാവാം. അവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരു പിടി കണ്ണീർ പൂക്കൾ. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേസ്റ്റ് ഇന്ത്യ മലയാളി.